നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാണ്ടാമൃഗം എന്ന മൃഗത്തെയാണ്. വെള്ള കാണ്ടാമൃഗവും കറുത്ത കാണ്ടാമൃഗവുമുണ്ട്. വെള്ള കാണ്ടാമൃഗത്തിന് വെള്ള നിറവുമല്ല, കറുത്ത കാണ്ടാമൃഗത്തിന് കറുത്ത നിറവുമല്ല. രണ്ടിനും ചാരം കലർന്ന ബ്രൗൺ നിറമാണ്. ഇവ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചുണ്ടുകളുടെ ആകൃതിയിലാണ്. വെള്ള ഇനത്തിന് പുല്ല് തിന്നാൻ തക്കവണ്ണം പരന്ന ചുണ്ടുകളും കറുത്ത ഇനത്തിന് ഇലകൾ ഭക്ഷിക്കാൻ പാകത്തിലുള്ള കൂർത്ത ചുണ്ടുകളുമാണുള്ളത്. വെള്ള കാണ്ടാമൃഗത്തിന് ഈ പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആഫ്രിക്കൻ ഭാഷയിൽ വൈഡ് എന്ന് വെച്ചാൽ പരന്നത് എന്നാണ് അർത്ഥം. പരന്ന ചുണ്ടുള്ള കാണ്ടാമൃഗത്തെ വൈഡ് എന്ന് വിളിച്ച് അത് വൈറ്റ് ആയി. അങ്ങനെയാണ് വൈറ്റ് അഥവാ വെള്ള കാണ്ടാമൃഗം എന്ന പേര് കിട്ടാൻ കാരണമായത്. വെള്ള കാണ്ടാമൃഗത്തിനാണ് 5 ഇനങ്ങളിലും വെച്ച് വലിപ്പം കൂടുതൽ. കരയിലെ വലിപ്പം കൂടിയ മൃഗങ്ങളിൽ 1-ാം സ്ഥാനം ആനയ്ക്കാണെങ്കിൽ 2-ാം സ്ഥാനം വെള്ള കാണ്ടാമൃഗത്തിനാണ്. വെള്ള ഇനത്തിന് വലിയ തലയും ചെറിയ കഴുത്തും വീതിയുള്ള തോളുമാണുള്ളത്. ഇവയുടെ ഭാരം ഏതാണ്ട് 3500 കിലോഗ്രാം ആണ്. കൊമ്പിൻ്റെ നീളം 90 സെൻറ്റിമീറ്റർ മുതൽ 150 സെൻറ്റിമീറ്റർ വരെയാണ്. ശരീരത്തിൻ്റെ നീളം 11 മുതൽ 15 അടി വരെ. കറുത്ത കാണ്ടാമൃഗത്തിന് 11 മുതൽ 13 അടി വരെ നീളവും ഏകദേശം 1600 കിലോഗ്രാം ഭാരവുമുണ്ട്. കൊമ്പിൻ്റെ നീളം 50 മുതൽ 140 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാകാം. ഇന്ത്യൻ കാണ്ടാമൃഗത്തിന് തൂക്കം 3200 കിലോഗ്രാമാണ്. കൊമ്പിൻ്റെ നീളം 20 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ഉണ്ട്. ജാവൻ കാണ്ടാമൃഗത്തിൻ്റെ നീളം 10 അടിയാണ്. ഭാരം ഏകദേശം 1400 കിലോഗ്രാം. കൊമ്പ് 25 സെൻറ്റിമീറ്റർ വരെ വളരും. സുമാത്രൻ കാണ്ടാമൃഗത്തിന് ഏതാണ്ട് 700 കിലോഗ്രാമാണ് ഭാരം. കൊമ്പിൻ്റെ നീളം 25 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. കൊമ്പുകൾ ഓരോ വർഷവും 3 ഇഞ്ച് വീതം വളരും. 2 കൊമ്പുള്ളവയ്ക്ക് അവയുടെ നീളം വ്യത്യാസപ്പെട്ടിരിക്കും. ഇന്ത്യൻ കാണ്ടാമൃഗത്തിനും ജാവൻ കാണ്ടാമൃഗത്തിനും ഒറ്റ കൊമ്പേ ഉള്ളൂ. ബാക്കിയുള്ള 3 ഇനങ്ങൾക്കും 2 കൊമ്പുകൾ വീതമുണ്ട്. നമ്മുടെ തലമുടിയും നഖവും നിർമ്മിച്ചിരിക്കുന്ന കെരാറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് തന്നെയാണ് കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പും നിർമ്മിച്ചിരിക്കുന്നത്. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്ക് 1.5 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ കനമുണ്ട്. നല്ല തൊലിക്കട്ടി ഉണ്ടെങ്കിലും സൂര്യതാപവും ഷഡ്പദങ്ങളുടെ കടിയേൽക്കാതിരിക്കാനും ഇവ ചെളിവെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയും കിടന്നുരുളുകയും പതിവാണ്. സുമാത്രൻ കാണ്ടാമൃഗത്തിന് ശരീരത്തിൽ കൂടുതൽ രോമങ്ങളുണ്ടായിരിക്കും. കാണ്ടാമൃഗം കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ഉറങ്ങും. വലിപ്പമുള്ള ഈ വീരന്മാർ ഓട്ടത്തിലും വളരെ മുന്നിലാണ്. 30 മുതൽ 40 മൈൽ വേഗതയിൽ കാണ്ടാമൃഗങ്ങൾക്ക് ഓടുവാൻ കഴിയും. കാഴ്ചശക്തി അല്പം കുറവാണ്, പക്ഷേ കേൾവിശക്തിയും ഘ്രാണശക്തിയും കൂടുതലാണ്. മൂക്ക് എന്ന അർത്ഥമുള്ള റിനോ, കൊമ്പ് എന്ന അർത്ഥമുള്ള സെറോസ് എന്നീ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് റിനോസൈറസ് അഥവാ കാണ്ടാമൃഗം എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത്. ദിവസത്തിൽ 2 പ്രാവശ്യം വെള്ളം കുടിക്കുന്ന ശീലം കാണ്ടാമൃഗങ്ങൾക്കുണ്ട്. എങ്കിലും 4-5 ദിവസം വെള്ളം കുടിക്കാതെ ജീവിക്കാനും ഇവയ്ക്ക് കഴിയും. ഓരോ പാദത്തിലും 3 വിരലുകൾ വീതമുണ്ട്. കാണ്ടാമൃഗത്തിൻ്റെ ആയുസ് 35 മുതൽ 50 വർഷം വരെയാണ്. ഇത് കാണ്ടാമൃഗം എന്ന ജീവിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം മാത്രം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.